നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വാഗമൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. വാഗമൺ ടൗണിൽ നിന്ന് 2-3 കിലോമീറ്റർ ഇപ്പുറത്താണ് തറയങ്കാനം എന്ന് പറയുന്ന സ്റ്റോപ്പിൻ്റെ അവിടെ. അതിൻ്റെ ആ റോട്ടിൻ്റെ ഒരു സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെയാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ രേണുസുതിയാണ് വിഷയം. രേണുസുതി ഇങ്ങനെ ഓരോ കണ്ടൻറ്റുകളാണല്ലോ ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം രേണുസുതിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില യൂട്യൂബേഴ്സൊക്കെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വെറും തട്ടിപ്പാണ്, നുണയാണ്. സംഗതി അങ്ങനെ ആയിരിക്കട്ടെ, ആർക്കും ഒരിക്കലും ഒരു അസുഖം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പം രേണുസുതിക്ക് ഒരു കമൻറ്റ് ആരോ ഇട്ട് ചോദിച്ചതാണ്. ദാസേട്ടനുമായിട്ടുള്ള ചാറ്റ് അല്ലെങ്കിൽ ആ ഇത് പുറത്തായിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊരു കമൻറ്റ് രേണുസുതി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. ദാസേട്ടന്റെ കൂടെയുള്ള വീഡിയോ ലീക്കായെന്ന് കേട്ടല്ലോ. അയ്യോ എടാ, ദാസേട്ടന്റെ കൂടെ അല്ലടാ മോനെ, നിന്റെ തന്തയുടെ കൂടെയുള്ള വീഡിയോ ആയിരുന്നു. തന്തയുടെ ഫോണിൽ കാണിച്ചെന്ന് തിരക്ക് കേട്ടോ. നീ കണ്ടില്ലേ? നിന്നെ കാണിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു അങ്ങേരോട്. കൊള്ളാം, നോട്ടി തന്ത. ആളതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നിട്ടുണ്ടാവും, അതെടുത്ത് കാണിക്കില്ല. എന്തായാലും ഏതൊക്കെയോ ആളുകളുടെ കൂടെ ഒക്കെ എന്റെ വീഡിയോ വന്നിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഇങ്ങനെ സ്വന്തം കണ്ടില്ല, ഇതാണ് ആ വീഡിയോ. അപ്പം ഇതിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഋതപ്പനെ ആര് നോക്കുന്നുള്ള രീതിയിലൊക്കെ ചിലർ കമൻ്റ് ഇടുന്നുണ്ട്. അതിനൊക്കെ ഇവർ മറുപടി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇനി ഇവർ എങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് വെളുക്കത്തില്ല. കാരണം ഇവരുടെ പേരിലിപ്പം ഒരു റിമാർക്ക് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പിന്നെ വേറൊരു വീഡിയോ നമുക്ക് കാണാം. നമ്മളെ ഒരു രോഗം വെച്ചിട്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ആണെങ്കിലും അല്ലെങ്കിലും ഒരു മനുഷ്യനും ഇത് ശത്രുക്കൾക്ക് പോലും വരാതിരിക്കട്ടെ ഈ രോഗം എന്ന് ഞാൻ പറയുന്നത്. ഞാനും അല്ല, നിങ്ങൾ ഓരോരുത്തരും എന്ത് കേട്ടിപ്പം അങ്ങനെ കേട്ടപ്പോ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ വിഷമം വരാതിരുന്നിട്ടില്ലായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ എന്നെ ഒരുപാട് പേര് വിളിച്ചു, വിഷമാണ്, എന്താണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞു. ഞാൻ അവരോടെല്ലാം കറക്റ്റ് മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ ഒരു മറുപടിയെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, എനിക്ക് എന്തെങ്കിലും എന്റെ പ്രേക്ഷകരുടെ അടുത്ത്, അതായത് എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് അതും ഇങ്ങനെ ഒരു അസുഖത്തെ പറ്റി എനിക്ക് പറയാനുണ്ടെങ്കിൽ ഞാനത് പ്രേക്ഷകരുടെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കും. അല്ലാതെ മറ്റുള്ള വ്ളോഗേഴ്സ്, എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന വ്ളോഗേഴ്സ് എന്തെങ്കിലും കേട്ടറിഞ്ഞ് ഇങ്ങനെ പറയുന്നതല്ല. എനിക്ക് എന്ത് പറയാനുണ്ടെന്നാണ് അവർ നോക്കുന്നത്. എന്തായാലും ഇപ്പൊ ഇവര് നമ്മൾ ഈ കണ്ട വീഡിയോ, ഇത് ഒരു പ്രാവശ്യം നമ്മൾ പിന്നെ വീഡിയോ ചെയ്തതാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയും. പിന്നെ ദാസേട്ടനുമായിട്ടും ഒക്കെ പല വീഡിയോ പങ്കുവെച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇങ്ങനെ പല ആളുകളുമായിട്ട് വീഡിയോ പങ്കുവെച്ച ഒരു സ്ത്രീയെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. മനസ്സിലായല്ലോ? അത് അവർ കമൻ്റ് ഇട്ട് ചോദിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചോദിച്ചത് ശരിയാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഞാനൊരു അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, അത് വേറൊരു SB വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം എന്താ അൽത്താഫോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അധികം അങ്ങനെ വീഡിയോ ചെയ്യില്ല, എപ്പോഴെങ്കിലും ചെയ്യുന്ന വീഡിയോ വളരെ ഇതാണ്. അപ്പോൾ ഇവർക്ക് സപ്പോർട്ടൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത്. ഇവരെ വളരെ വിമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു രോഗം വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു സ്ത്രീ ഇങ്ങനെ വൈറലായി നടക്കാനായിട്ട്. അപ്പോൾ ഇവർ റീച്ച് കൂട്ടാനും ഈ കണ്ടൻറ്റ് പിടിക്കാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഈ രോഗം ഉണ്ടാക്കിയ. അപ്പോൾ പല ആളുകളും എന്നോട് കമൻ്റ് ഇട്ടിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഒരു ടിനു എന്ന് പറയുന്ന ഒരു വ്യക്തി അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വളരെ മോശമാണെന്നും സുധിച്ചേട്ടൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇവർ പല ഇതുമായിട്ട് നടന്നിട്ടുള്ളൊരു സ്ത്രീയാണെന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ആളുകൾ പല രീതിയിൽ ഇനിയും ഇവരെ സപ്പോർട്ട് ഇവർക്കെതിരായിട്ട് തന്നെ പറയുന്നുണ്ട്. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്ത് ആരും പറയുന്നില്ല. പിന്നെ രേണുസുതി എന്നതിൽ ആർക്കും ഇങ്ങനത്തെ ഒരു മാരക രോഗം വരരുതെന്നാണ് എൻ്റെയും പ്രാർത്ഥന, എല്ലാവരുടെയും പ്രാർത്ഥന. കാരണം അവർക്ക് സംഭവം ഇവർക്ക് ഇങ്ങനെ ഈ ലൈവായിട്ട് പബ്ലിഷായിട്ട് ഇങ്ങനെ വൃത്തികേട് കാണിച്ച് നടന്ന ഒരു മനുഷ്യത്തെയാണ്. പക്ഷേ എന്നാലും ഇങ്ങനെ അസുഖം എന്ന് കേട്ടപ്പോൾ നമുക്കും ഒറ്റ ഫീലിംഗ് ഉണ്ടായി. കാരണം ഇവരെന്നല്ല ആർക്കും, ശത്രുക്കൾക്ക് പോലും ഇങ്ങനത്തെ ഒരു അസുഖം വരരുതെന്നുള്ളതാണ് ഒരു പ്രാർത്ഥന. ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാം കേട്ടോ. ഇച്ചുവിനെ അവന്റെ ഏട്ടനെ ഏൽപ്പിക്കാൻ അവൻ അവിടെ വളരട്ടെ. എന്താ കുട്ടാ നീ ഉദ്ദേശിച്ചത്? ഋതപ്പന്റെ കാര്യമാണോ?
നീ നിന്റെ വീട്ടിൽ തന്നെ നിന്റെ അമ്മയുടെ കൂടെ തന്നെയാണോ വളരുന്നത്? ആണോ? അപ്പൊ ഋതപ്പനും അവന്റെ അമ്മയുടെ കൂടെ തന്നെയാണ് വളരുന്നത് കേട്ടോ. കൂടുതൽ നീ അന്വേഷിക്കാൻ വരല്ലേ. ആരും അന്വേഷിക്കാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ഇപ്പൊ ബഹറിനിലൊക്കെ പോയിട്ട് ഇനി എന്തൊക്കെ കാണിക്കാൻ കിടക്കുന്നു അല്ലേ, അതവിടെ നിൽക്കട്ടെ. ഈ ഋതപ്പനെന്ന് എന്ത് ഊളത്തരാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടക്കിടക്ക് കാണുന്നുണ്ടോ എന്ന് ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോ കണ്ടോ ഒന്നുകൂടി ക്യാമറ ഉറപ്പിച്ചു കാണുന്നുണ്ടെന്ന് ഉറപ്പിച്ചേ. അതിനുശേഷം എന്താണ് ആ ഇളി ഉണ്ട് കണ്ടാലും അതിന്റെ പൊന്നോ വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റല്ലേ. ഇതൊക്കെ വിഷയം വന്നതിന് ശേഷം കൂടുതലായിട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് തുടക്കമാണ്. ഗൾഫിൽ നിന്ന് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി വന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്, അതുകൂടി ഒന്ന് കാണണം കേട്ടോ. എനിക്ക് വിസ കിട്ടി, എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര സങ്കടത്തിലും ടെൻഷനുമാണ്. സത്യം പറഞ്ഞ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ടെൻഷൻ വരുമ്പോ ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തു. ടെൻഷൻ വരുമ്പോ ആ ചോക്ലേറ്റ് എടുത്തിട്ട് അങ്ങോട്ട് തിരികും, അണ്ണാക്കിലോട്ട് തിരികും കേട്ടോ. അങ്ങനെയാണ് ചാച്ചി മുന്നോട്ട് പോവാറ്. ഇനി അതിനേക്കാൾ കുറച്ചുകൂടി മുമ്പ് സ്റ്റാർട്ടിംഗ് വീഡിയോ അതൊന്ന് കാണാം. മോർണിംഗ് ഉമ്മ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ. ഇതൊക്കെയാണ് തുടക്കം എന്നുള്ളതാണ്. അപ്പൊ ഇനി അവർക്ക് അറിയാം എങ്ങനെ ജീവിക്കണം എന്ന് വ്യക്തമായിട്ട് അറിയാം. പരമാവധി കാണിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ഇത് രേണുസുതി ഗൾഫിലൊക്കെ പോയി പ്രൊമോഷനായി തിരിച്ച് വന്നതിന് ശേഷം കാണിച്ച ഒരു വീഡിയോ ആണ്. എല്ലാവരും കാണുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ലൈവിൻ്റെ മുന്നിൽ ഈ മാറ് വരെ, അത് വയറ് വരെ കാണിച്ച് പൊക്കുകൾ വരെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ. മനസ്സിലായില്ലേ? ഇവരിങ്ങനത്തെ നാണം കെട്ട ഈ പരിപാടി ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് വേറൊരു വീഡിയോ ലാസ്റ്റ് കാണിച്ചില്ല, അത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും ഒക്കെ ഈ ആളുകളെ ചാറ്റിങ് വീഡിയോ ആണത്. അപ്പോൾ ഇങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഓരോ ഇത് കിട്ടുന്നതാണ്. അത് നമ്മളാരും ഇത് നുണ പറഞ്ഞുണ്ടാക്കുന്നതല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇവർ തുറന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവർ ഈ ജോലി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരത് ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാ ആളുകളും മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരാൾ ഒരു കമൻറ്റ് ഇട്ടു, രേണു നല്ലതാണ്. അപ്പം അത് കഴിഞ്ഞ് വേറൊരാൾ, ഇവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ വേറൊരാൾ കമൻറ്റ് ഇട്ടത് വളരെ മാന്യമായിട്ടുള്ള ഒരു കമൻറ്റാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇവരുടെ അഭിനയമാണ്, ഇതൊക്കെ ഇവരുടെ തട്ടിപ്പാണ്, ഈ അസുഖത്തിൻ്റെ പേരിലൊക്കെ ഉള്ള തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം ഒരു വീഡിയോ ഇട്ടത് ഒരു കമൻറ്റ് ഇട്ടത്, അദ്ദേഹം കമൻറ്റ് ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ തട്ടിപ്പായിട്ട് നടക്കും, അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വീഡിയോ ചെയ്യരുത് എന്ന് പറയുന്നത്, നിങ്ങളും ചെയ്യരുതെന്ന് പറയുന്നു, പ്ലീസ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു. നല്ല കമൻറ്റുകൾ കേട്ടോ, ഒന്നും നെഗറ്റീവായിട്ടുള്ളതല്ല. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകളൊന്നുമല്ല. കാരണം ഇവരുടെ ഗോഷ്ഠികളും കാണിക്കലും ഒക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിലാണ് അങ്ങനെ. അപ്പം ഇനിയും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇവരിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നിർത്തത്തില്ല. ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പബ്ലിസിറ്റിക്കായിട്ട് കുറേ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ തന്ത്രപൂർവ്വം സോപ്പിട്ട്, അതായത് ഈ ലോകിക സ്ഥിതിയിലൊക്കെ പിടിക്കാനുള്ള ഒരു സിമ്പതി പറ്റാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ തട്ടിപ്പ് മനസ്സിലായതുകൊണ്ട്. കിച്ചു ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു നല്ലൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്, ഒരു എന്തോ ഒരു പരിപാടി പ്രോജക്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അത് എല്ലാവരും വിജയിപ്പിക്കുക, അവനെ സപ്പോർട്ട്, ഈ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം അവനൊരു പാവം ചെറുക്കനാണ്. കാരണം ഇവനും ഈ രേണുസുതിയൊക്കെ ഈ ബിഷപ്പിനെയൊക്കെ നല്ലോണം കളിയാക്കിയതാണ്. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ എന്നാലും ഇപ്പം അതൊക്കെ പോട്ടെ, ഇപ്പം എങ്ങനെയും ഇവൻ എങ്ങനെയും പ്രൊമോഷൻ കിട്ടി പോട്ടെ എന്നുള്ള രീതിയിലാണ് ആളുകൾ, എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത്. ശരി, എന്നാൽ നിർത്തുന്നു. കൂടുതലൊന്നും പറഞ്ഞത് ബൈ. ഓക്കെ.